ക്ലാസ്സിലേക്ക് വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും ചൈതന്യ ചരിതം ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അവതാരിക നിന്ന് 15ാമത്തെ പേജിലെ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്നാണ് തുടങ്ങുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഭഗവാന്റെ അടുത്തും ഭക്തന്മാരടുത്തും പ്രാർത്ഥിക്കാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അവതാരികയിൽ നിന്നും 15ാമത്തെ പേജിലെ ആദ്യത്തെ പാരാഗ്രാഫിൽ നിന്നും തുടങ്ങാം. ഇന്നത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കൃഷ്ണൻ ആഹ്ലാദം ആസ്വദിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നാം നിർബന്ധമായും ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ 9 സ്കന്ധങ്ങൾ പഠിക്കണം. പിന്നീട് ശ്രീമതി രാധാറാണിയോടും വ്രജതരുണിമാരോടും ഒപ്പമുള്ള ലീലകളിൽ കൃഷ്ണൻ തന്നെ ആഹ്ലാദ ശക്തി എങ്ങനെയാണ് പ്രകടിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ 10ാം സ്കന്ധം പഠിക്കണം. നിർഭാഗ്യവശാൽ ബുദ്ധിഹീനരായ ജനങ്ങൾ ദശമസ്കന്ധത്തിലെ കൃഷ്ണന്റെ ക്രീഡകളിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറുന്നു. കൃഷ്ണൻ രാധാറാണിയെ ആലിംഗനം ചെയ്യുന്നതും ഗോപികമാരുമൊത്ത് രാസനൃത്തം ആടുന്നതും പൊതുവെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ഈ ലീലകളെ പ്രാപഞ്ചികമായ കാമത്തിന്റെ വെളിച്ചത്തിലാണ് കാണുന്നത്. കൃഷ്ണനും അവരെ പോലെ തന്നെയാണെന്നും അവിടുന്ന് ഗോപികമാരെ ആലിംഗനം ചെയ്യുന്നത് ഒരു സാധാരണ പുരുഷൻ ഒരു യുവതിയെ ആലിംഗനം ചെയ്യുന്നത് പോലെയാണെന്നും അവർ വിഡ്ഢിത്തത്തിൽ വിചാരിക്കുന്നു. ചില ആളുകൾ അപ്രകാരം കൃഷ്ണനിൽ താല്പര്യം ഉള്ളവരായി തീരുന്നു. കൃഷ്ണന്റെ ധർമ്മ യഥേഷ്ടം ലൈംഗിക വ്യവഹാരം അനുവദിക്കുന്നുണ്ടെന്ന് അവർ കരുതുന്നു. ഇത് കൃഷ്ണഭക്തി അഥവാ കൃഷ്ണപ്രേമമല്ല, മറിച്ച് പ്രാകൃത സഹജീയം ഭൗതികമായ കാമമാണ്. ഓം അജ്ഞാനദിവനാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹൃദ ശ്രീലതാ വിശാഖാൻ വിദാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ചൈതന്യ ചരിതാമത്തിലെ അവതാരികയിൽ നമ്മള് 15ാമത്തെ പേജിൽ നിന്നാണ് നമ്മൾ കണ്ടിന്യൂഷൻ തുടങ്ങുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മള് ഈ അവതാരിക എന്ന് പറയുന്നത് ഈ ഒരു ചൈതന്യ ചരിതാമത്തിൽ ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ 5 ക്ലാസ്സുകൾ അദ്ദേഹം ഈ ചൈതന്യ ചരിതാമത്തിനെ പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 10 മുതൽ 14 തീയതി വരെ ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹം 1974 സംതിങ് ആ ഒരു ഡേറ്റ് ഇയർ അടുപ്പിച്ച് അദ്ദേഹം ക്ലാസ് കൊടുത്തായിരുന്നു. അപ്പൊ ക്ലാസ്സുകളെയാണ് ഈ ഒരു അവതാരികയായിട്ട് ഇതിൽ എഴുതിയിട്ടുള്ളത്. കാരണം ഒരു ചൈതന്യ ചരിതം എന്ന ഈ മഹത് ഗ്രന്ഥം പഠിക്കുന്ന ഭക്തന്മാർക്ക് അതിനൊരു ബേസ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു ആമുഖമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ അവതാരികയിൽ നമുക്ക് എന്താണ് ചൈതന്യ ചരിതാമം എന്നും ചൈതന്യ ചരിതാമത്തിലുള്ള ആദിലീലയിലുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് എന്താണെന്നും, അപ്പൊ അതിൽ നമുക്കറിയാം ആദിലീലയിൽ തന്നെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പല തത്വങ്ങളെ പറ്റിയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ തത്വങ്ങളെ പറ്റിയൊക്കെ ഒരു ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഈ ഒരു ചൈതന്യ ചരിതാമത്തിലെ ആദിലയിൽ കാണാൻ സാധിക്കുക. കാരണം നമുക്ക് അതിലോട്ടുള്ള ഒരു ജനാല പോലെയാണ് ചൈതന്യ ചരിതാമം എന്ന് പറയുന്ന അത്രയും ആഴമായിട്ടുള്ള ആ ഒരു സ്ക്രിപ്ചറിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രീല പ്രഭുപാദന്റെ കാരുണ്യമാണ് ഈ അവതാരിക. കാരണം ഇതിലൂടെ നമുക്ക് അത്രയും ഉയർന്ന ഒരു ഗ്രന്ഥത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവതാരിക കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വന്നു. അപ്പൊ അതിൽ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ പറ്റിയും ഭഗവാൻ കൃഷ്ണന്റെ ആന്തരിക ശക്തിയായ അല്ലെങ്കിൽ ഹാദിനി ശക്തിയായ രാധാറാണിയെ പറ്റിയായിരുന്നു നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്ത് വന്നത്. അപ്പൊ ഇതിൽ വളരെ
അർത്ഥവത്തായിട്ട് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ ഈ ഒരു ലീലകൾ അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉന്നത തലത്തിലുള്ള ആത്മീയ തലത്തിലുള്ള അതീന്ദ്രിയമായ ലീലകളെ നമുക്ക് ഒരിക്കലും നമ്മുടെ ഭൗതിക കണ്ണുകൾ കൊണ്ട് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് ഭൗതികപരമായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള ബുദ്ധി കൊണ്ടോ ഒരിക്കലും ആത്മീയ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ കാരുണ്യവും ഭഗവാന്റെ നാമവും സേവനവും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നു അധ ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ സേവോന്മുഖീഹി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരത്യത. അതിൽ പറയുന്നു അധ ശ്രീകൃഷ്ണ നാമാദി. അപ്പം അതായത് ഭഗവാൻ കൃഷ്ണന്റെ നാമങ്ങളിലൂടെ ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയെ, നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ, ഭഗവാനോ ഭഗവാന്റെ ശാസ്ത്രങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ ലീലകളെ പറ്റിയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് പറയുന്നത്? അത് ശ്രീകൃഷ്ണ നാമാദി നഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയെ. നമ്മുടെ ഇപ്പോഴുള്ള ഭൗതിക തലത്തിലുള്ള ഈ ഇന്ദ്രിയങ്ങൾ, ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും ഭഗവാന്റെ ലീലകളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ എന്താണ്? അപ്പം നമ്മളെന്താ അത് ശ്രീകൃഷ്ണ നാമാദി. അപ്പൊ നാമം കൊണ്ടും ഭഗവാനെ പറ്റി കേൾക്കുന്നുണ്ടോ? അപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? സേവോന്മുഖീഹി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരത്യത. സേവോന്മുഖീഹി ജിഹ്വാദോ. അപ്പം സേവനം എവിടെ നിന്ന് തുടങ്ങുന്നു? നാവിൽ നിന്നാണ് തുടങ്ങുന്നത്. ജിഹ്വാദോ, ജിഹ്വ എന്ന് പറഞ്ഞ നാവ്. അപ്പം അപ്പൊ അങ്ങനെ ആ നാവിലൂടെ സേവനങ്ങളിലൂടെ ഓട്ടോമാറ്റിക് ഇന്ന് ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് ഒരു വ്യക്തിക്ക് ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണോ സൂര്യൻ ഉദിച്ചു വരുന്നത്, അപ്പൊ വെളിച്ചം വരുന്ന പോലെ തന്നെ കാലക്രമേണ ഒരു വ്യക്തി ഭക്തി സാധന കൊണ്ട് ഭക്തമായ സേവനം കൊണ്ടും അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സേവോന്മുഖീഹി ജിഹ്വാദോ. അപ്പോ ജിഹ്വ എന്ന് പറയുന്നത് നാവാണ്. നാവിന്റെ രണ്ട് കാര്യങ്ങൾ, രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തികൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് നമുക്ക് എന്തെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ നാവിൽ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുള്ള ത്വര നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഒന്ന്. രണ്ടാമത് എന്തെങ്കിലും കഴിക്കാൻ അല്ലെ, നാവിന് എന്തെങ്കിലും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഇതിന് രണ്ടിനെയും നമ്മൾ കൃഷ്ണാവബോധത്തിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ആണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. കാരണം നമുക്ക് അറിയാൻ സാധിക്കും നമ്മളെ ഇത് ഒരു ഒരു ലൈനിലാണ് വരുന്നത്. കാരണം നമ്മുടെ നാവ്, പിന്നെ നമ്മുടെ ഉദരം, പിന്നെ ജനനേന്ദ്രിയങ്ങൾ. അപ്പൊ ഈ നാവിനെ കൺട്രോൾ ചെയ്താൽ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്, ഉപദേശാമൃതം അടക്കം പറയുന്നത്. അപ്പൊ ആ നാവിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? അപ്പൊ ആ നിയന്ത്രിക്കാനുള്ള വഴി എന്താണ്? ഒന്നും സംസാരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലെ? അങ്ങനെ നമുക്ക് ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല. കാരണം ജീവാത്മാവിന് എന്തെങ്കിലുമൊക്കെ പറ്റി സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. കഴിക്കാതിരിക്കാനും സാധിക്കില്ല. അപ്പൊ എന്താണ് നമുക്ക് കൃഷ്ണഭക്തി പറഞ്ഞു തരുന്ന വഴി എന്താണ്? നമ്മൾ ഒന്നിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്തിനേം നമ്മൾ എന്താ ചെയ്യുക? ഭഗവാന്റെ സേവനത്തിൽ അതിനെ നമ്മൾ എൻഗേജ് ചെയ്യുക അല്ലെ? അതിനെ നിയതനാക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് നാവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം വെച്ചാൽ നമുക്ക് നാവ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ മാക്സിമം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാൻ നാവിനെ ഉപയോഗിക്കുക. നാവിന് അങ്ങനെ സേവനം കൊടുക്കുക. രണ്ടാമത് ഭഗവാന്റെ ഗുണങ്ങളെ പറ്റിയും ഭഗവാനെ പറ്റിയുള്ള ലീലകളെ പറ്റിയും ഭക്തന്മാരെ പറ്റിയും അവരുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക ഉള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പൊ നമ്മള് നാവിന് രണ്ട് ഫങ്ഷൻസ് ആണ് പറയുന്നത്. അപ്പൊ ഒന്ന് നാവ് അപ്പൊ എന്താ ചെയ്യുക? ഒന്ന് ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാൻ വേണ്ടി അതിന് ഉപയോഗിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കാരണം ഈ ഒരു ജപം തന്നെയാണ് അല്ലെ, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിക്ക് ആത്മീയപരമായിട്ട് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം ആത്മീയ തലത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അത് ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. അപ്പൊ ആ കാരുണ്യത്തിന് നേടാനുള്ള വഴിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് ഈ തിരുനാമങ്ങളിലൂടെ. അപ്പൊ തിരുനാമങ്ങളെ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞു, നാവിന് എന്തെങ്കിലും കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? നമ്മള് ഭഗവാന് സമർപ്പിച്ച ഭഗവത് പ്രസാദം അല്ലെ? ഭഗവാന് സമർപ്പിച്ച പ്രസാദമായിട്ട് നമ്മൾ അതിനെ കഴിക്കുക അല്ലെ? പ്രസാദം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. ഭഗവാനെ നിവേദിച്ചിട്ട് അതിനെ പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുക. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ അവബോധം ശുദ്ധീകരിക്കപ്പെട്ടു. നമ്മുടെ നാവും എന്താ ആ രീതിയിൽ അതിനെ നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ അതിനെ എൻഗേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം ഇതിൽ ഇവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. കാരണം നമ്മൾ ചർച്ച ചെയ്ത് വന്നത് ഈ ഒരു രാധാറാണി എന്ന തത്വത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ ആന്തരികമായിട്ടുള്ള ആ ലീലകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭഗവാൻ കൃഷ്ണന് മൂന്ന് ശക്തികളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ആന്തരികമായ ശക്തി, ബാഹ്യമായിട്ടുള്ള ശക്തി, പിന്നെ തടസ്സ ശക്തികൾ ഉണ്ട്. അതിൽ ഈ തടസ്സ ശക്തി എന്ന് പറയുന്നത് ജീവാത്മാക്കളാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭൗതിക
ലോകത്തിലോട്ട് പോയി ഭൗതിക ലോകത്തിൽ പോയി ഇരിക്കാം, അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ പോയി ഇരിക്കാം. അപ്പൊ ആ ഒരു ഇൻഡിപെൻഡൻസ് എപ്പോഴും ഉണ്ട്. പിന്നെ ബാഹ്യമായിട്ടുള്ള ശക്തി, ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് നമ്മളെ ഭൗതിക ലോകവും അതിൽ പ്രവർത്തിക്കുന്ന ശക്തികളുമാണ്. പിന്നെ നമുക്ക് ആന്തരിക ശക്തി, അതാണ് നമ്മുടെ ആത്മീയ ലോകവും ബാക്കി ഭഗവാന്റെ വിസ്തരണങ്ങളൊക്കെ ആന്തരിക ശക്തിയിലാണ് വരുന്നത്. അപ്പൊ ഈ ആന്തരിക ശക്തിയിലാണ് നമുക്കറിയാം, അതിനെ നമുക്ക് അതിലൊരു ശക്തിയാണ് ഈ ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹ്ലാദിനി ശക്തി പറഞ്ഞാൽ എന്താണ്? ആഹ്ലാദം, അല്ലെ? എന്ന് പറഞ്ഞാൽ ആഹ്ലാദം കൊടുക്കുന്ന ശക്തിയാണ് ആ ഹ്ലാദിനി ശക്തി. അപ്പൊ ആ ഹ്ലാദിനി ശക്തിയെയാണ് ഇവിടെ ശ്രീമതി രാധാറാണി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സന്തോഷിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, അല്ലെ? നമ്മൾ സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും നമ്മൾ ജീവാത്മാക്കളാണ്. ഭഗവാനെ സന്തോഷിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ആ വിസ്തരണമായിട്ട് ആ ശ്രീമതി രാധാറാണി അവിടെ പ്രകടമാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ആന്തരിക ശക്തിയുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് രാധാറാണി എന്ന ഇന്റേണൽ പൊട്ടൻസി അല്ലെങ്കിൽ ആന്തരിക ശക്തിയുടെ രാധാറാണി പ്രകടമാകുന്നതും. അപ്പൊ അതുപോലെ തന്നെ ജീവാത്മാക്കൾക്കും ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്കും ആ സന്തോഷം കാക്ഷിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സന്തോഷം തേടുന്ന സ്ഥലം തെറ്റാണ്, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ശരീരത്തിലൂടെയാണ് സന്തോഷം നേടാൻ നോക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മൾ ഈ ശരീരമല്ല, അല്ലെ? ഈ ശരീരം ആണെന്നുണ്ടെങ്കിൽ, അല്ലെ? നമ്മൾ ഈ ശരീരം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മരണസമയത്തും ഈ ശരീരത്തോടെ നമ്മൾ തിരിച്ചു പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ ശരീരമല്ല, നമ്മുടെ ശരീരം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കറിയാം ഓരോ 7 വർഷം കൂടുമ്പോഴും നമ്മുടെ സെൽസ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് മെഡിക്കൽ സയൻസും പറയുന്നത്. അപ്പൊ ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അറിയാം, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്നത് ഇതെന്റെ ശരീരം, ഇതെന്റെ കൈ, ഇതെന്റെ കണ്ണുകൾ എന്ന് പറയില്ല. അപ്പൊ എന്റെ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന അവിടെ നിന്ന് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തനാണ്, അല്ലെ? ഞാൻ ശരീരം, ഞാൻ കണ്ണ്, ഞാൻ കൈ എന്ന് പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അവബോധം അല്ലെങ്കിൽ ആത്മാവാണെന്നാണ് ശാസ്ത്രങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ടും ഭഗവത്ഗീതയെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്ന നമ്മൾ എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഈ ആത്മാവിനും സന്തോഷം നേടാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ സന്തോഷം ഇപ്പൊ നേടുന്നത് എന്താണ്? നമ്മൾ ശരീരത്തിലൂടെയാണ് സന്തോഷം നേടുന്നത്. നമ്മൾ ഭൗതിക പദാർത്ഥങ്ങളിലൂടെയാണ് സന്തോഷം നേടുന്നത്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കടയിൽ പോയി പല സാധനങ്ങൾ വാങ്ങുമ്പോഴോ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മളെ കയ്യിൽ സംഭരിക്കുമ്പോൾ അതിലൂടെ നമ്മൾ സന്തോഷം നേടാൻ നോക്കും, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലൂടെ സന്തോഷം നേടാൻ നോക്കും. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടി ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഒരിക്കലും പൂർണ്ണമായിട്ടും നമ്മളാവുന്ന ജീവാത്മാവുന്ന യഥാർത്ഥമായിട്ടുള്ള സംതൃപ്തി തരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഭൗതികമായിട്ട് നമ്മൾ എന്തൊക്കെ നേടിയാലും ഒരു വ്യക്തിക്ക് യഥാർത്ഥ സന്തോഷം കിട്ടാത്തത്. അപ്പൊ അല്ലെങ്കിൽ ഭൗതികമായിട്ട് നേടിയ വ്യക്തിയായിരിക്കണം ഏറ്റവും സന്തോഷം നേടിയ ഒരു ആൾ. പക്ഷെ അതേ സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും, ഭൗതികമായിട്ട് നേടിയിട്ടും പല ആൾക്കാരും, പല വലിയ വലിയ ആൾക്കാരും ഭൗതികമായിട്ടുള്ള സമ്പത്ത് നേടിയിട്ട് അവർക്ക് ഒരിക്കലും ശാന്തിയും മനസ്സമാധാനവും നേടാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ശാന്തിയും മനസ്സമാധാനം നേടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിച്ചാലേ നമുക്ക് ആ ശാന്തി സമാധാനം നേടാൻ സാധിക്കും, അല്ലെ? അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്നത് 5-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകത്തിൽ ഭോക്താരാം യജ്ഞ തപസാം സർവ്വലോക മഹേശ്വരം സുഹൃതം സർവ്വഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി പൃച്ഛതി. നമുക്ക് അറിയാൻ സാധിക്കും ഭോക്താറാം യജ്ഞ തമസാം, അല്ലെ? അപ്പൊ അതിൽ പറയുന്നു നമുക്ക് ഇത് ഭഗവത്ഗീതയിലെ ഒരു പീസ് ഫോർമുല, അല്ലെ? നമുക്ക് ശാന്തി നേടാനുള്ള ഒരു മാർഗമായിട്ടാണ്, ഒരു ഒരു സൂത്രവാക്യമായിട്ടാണ് ഇതിനെ പറയുന്നത്. അപ്പം ഭോക്താറാം യജ്ഞ തപസാം. അപ്പം എല്ലാ യജ്ഞങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ തപസ്സുകളുടെയും എല്ലാത്തിന്റെ ഭോക്താവ് എന്ന് പറയുന്ന ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. ഈ ലോകത്തിന്റെ നിയന്താവ് എന്ന് പറയുന്ന ആരാണ്? സർവ്വലോക മഹേശ്വരൻ എന്ന് പറയുന്നതാണ്. എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്, അല്ലെ? സുഹൃതം സർവ്വഭൂതാനാണ്. അദ്ദേഹമാണ് എല്ലാവരുടെയും സുഹൃത്ത്, വെൽവിഷർ എന്ന് പറയുന്നത്, അല്ലെ? ജ്ഞാതാവാൻ ശാന്തരിച്ചത്. അപ്പൊ അങ്ങനെ ആ ഭഗവാനെ പറ്റി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാവും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എത്രത്തോളം കൃഷ്ണാവതത്തിൽ ഇരിക്കുന്നു അത്രത്തോളം നമുക്ക് ശാന്തിയും സമാധാനവും നമുക്ക് നേടാൻ സാധിക്കും. അപ്പൊ നമ്മൾ എത്രത്തോളം കൃഷ്ണാവതത്തിന് കൂട്ടുന്നു അതനുസരിച്ച് നമ്മുടെ ശാന്തിയും സമാധാനവും പൂർണ്ണമായിട്ട് നമുക്ക് നേടാൻ സാധിക്കും. അപ്പം അതേ തലത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ജീവാത്മാക്കളും ഈ ഭഗവാനെ മറന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവർക്ക് പല പല ദുഃഖങ്ങൾ അവർ നേരിടുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അപ്പൊ അവര് ഭഗവാനായിട്ടും കണക്ട് ചെയ്യണം, അല്ലെ? നമുക്കറിയാം, നമ്മളെല്ലാം കേട്ട ഒരു എക്സാമ്പിൾ തന്നെയാണ് ശ്രീല പ്രഭുപാദ് പറയുന്ന ഒരു മീൻ, അല്ലെ? ഒരു മീൻ വെള്ളത്തിൽ നിന്ന് കരയിൽ കിടക്കുന്നു, അല്ലെ? അപ്പൊ മീനിനെ അപേക്ഷിച്ച് ഒരു മത്സ്യം അല്ലെങ്കിൽ മീനിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിരിക്കുക എന്നുള്ളതാണ് അതിന്റെ അസ്തിത്വം. പക്ഷെ അതേ സമയത്ത് ആ മീനിനെ നമ്മൾ എടുത്ത് പിടിച്ച് നമ്മൾ പുറത്ത് കരയിലിട്ട് അപ്പൊ ആ മീനിനെ നമുക്ക് വേറെ എന്തെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ നല്ലൊരു പാർപ്പിടമോ ഒക്കെ കൊടുത്താലും ഒരിക്കലും ആ മീനിന് സന്തോഷം കിട്ടില്ല. കാരണം എന്താണ്? മീനിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് വെള്ളത്തിലിരുന്നാലേ മീനിന് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ജീവാത്മാക്കൾ ഭഗവാനെ മറന്ന് ഭൗതിക ലോകത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഭൗതിക ലോകത്തിൽ വന്ന ജീവാത്മാക്കളൊക്കെ
ഭഗവാനെ മറന്ന് പല രീതിയിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയാണ്. പക്ഷെ അവർക്ക് സന്തോഷം നേടാൻ സാധിക്കുന്നില്ല എന്നാണ് സത്യം. അപ്പൊ നമ്മള് ഭഗവാനായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കിട്ടുക. എങ്ങനെയാണോ മീൻ തിരിച്ച് വെള്ളത്തിലോട്ട് നമ്മൾ കൊണ്ടിടുമ്പോൾ ആ മീനിന് യഥാർത്ഥ സന്തോഷം കിട്ടുന്നു, അതുപോലെ തന്നെ ജീവാത്മാക്കൾ എപ്പോഴാണ് ഭഗവാനായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോഴാണ് യഥാർത്ഥ സന്തോഷം നേടാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു പ്രവൃത്തിയില്ലേ, നമ്മൾ മീനിനെ ഒരു വ്യക്തി കൊണ്ടുപോയി വെള്ളത്തിലോട്ട് ഇടുന്ന പോലെ തന്നെ ഭക്തന്മാരാണ് ആ കാരുണ്യം, ആ മീനാവുന്ന ആ ജീവാത്മാക്കളെ എടുത്ത് ഭഗവാനായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടും ശ്രീല പ്രഭുപാദും ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യം കൊണ്ട് തന്നെയാണ് നമുക്ക് എന്താണ് ആത്മീയ തത്വം എന്നും ആത്മീയ ജീവിതം എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിനയത്വത്തോടെ ഭക്തന്മാരുടെ ആ സ്നേഹവും അവിടുത്തെ സേവനവും ആ ഒരു ബഹുമാനം നമ്മൾ എപ്പോഴും കൊടുക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും നമുക്ക് ഈ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു 15-ാമത്തെ പേജിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു തത്വങ്ങളെ നമ്മുടെ എന്താ പറയുക, നമ്മള് ഭൗതിക തലത്തിൽ നമ്മൾ കാണുന്ന തലത്തിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധം പോലെയൊന്നും നമുക്ക് ഈ ഭഗവാന്റെ ഈ ഉന്നതതലത്തിലുള്ള രാസലീല എന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുരു സാധു ശാസ്ത്രം ആചാര്യന്മാർ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ല നമുക്ക് ഒരിക്കലും നമ്മൾ നേരിട്ട് അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നമ്മൾ നോക്കി മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഒരു പ്രാമാണികമായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് ഈ ശാസ്ത്രങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ആയിട്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഉന്നത തലത്തിലുള്ള ഈ ശാസ്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഗുരു സാധു ശാസ്ത്രത്തിന്റെ സഹായത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് ഇവിടെ ആയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രഭുപാദ് പറയുന്നു, നമ്മൾ 9 സ്കന്ധങ്ങൾ വായിച്ചിട്ടാണ് 10-ാം സ്കന്ധത്തിലോട്ട് നമ്മൾ കടക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും 10-ാം സ്കന്ധത്തിൽ നേരിട്ട് ചാടി അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ാം സ്കന്ധം എന്ന് പറയുന്നത് അത്രയും ഒരു ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 9 സ്കന്ധം ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ ആന്തരികമായിട്ടുള്ള ലീലകൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ എനിക്ക് ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അദ്ദേഹം അത് ഒരിക്കലും എനിക്ക് എന്റെ മനസ്സുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി എനിക്ക് ചർച്ച ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? ഞാൻ അത് എങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ നമ്മൾ സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി നമുക്ക് യഥാർത്ഥമായിട്ടും ആ വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു ആന്തരികമായിട്ടുള്ള ലീലകളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിന് നമ്മൾ ശരണം പ്രാപിച്ച് അതിന്റെ പ്രഥമ സ്കന്ധം മുതൽ നമ്മൾ അതിന്റെ 9 സ്കന്ധങ്ങൾ വരെയും പോയിട്ടാണ് 10-ാം സ്കന്ധത്തിൽ ഈ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ നമുക്കറിയാം ശീല പ്രഭുപാദ് പലപ്പോഴും ഈ ലീലകളെ പറ്റി കാരണം നമ്മൾ ഭൗതിക ലോകത്തിലായതുകൊണ്ട് ജീവാത്മാക്കളായ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ശീല പ്രഭുപാദ് 10-ാം സ്കന്ധത്തിലായാലും ശരി ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചർച്ച നമുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അധികമായിട്ട് അതിനെപ്പറ്റി ഇന്റൻസ് ആയിട്ടുള്ള ലീലകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ നമുക്ക് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് കാലക്രമേണ ഭഗവാൻ കൃഷ്ണനെ സേവനം ചെയ്ത് തിരിച്ച് അദ്ദേഹം ആധ്യാത്മിക സ്വരൂപത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ തിരുനാമങ്ങൾ ജപിക്കുക, ഭഗവാനെ പറ്റി കേൾക്കുക, ഈ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കാനുള്ള തത്വമാണ്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള പുറത്ത് കാണുന്ന ആൾക്കാരെ പോലെ നമ്മൾ 10-ാം സ്കന്ധത്തിൽ നമ്മൾ പലപ്പോഴും സപ്താഹം നടത്തുന്ന സമയത്തൊക്കെ അവർക്ക് എന്താണ് ആൾക്കാരെ പിടിച്ചു പറ്റാൻ വേണ്ടി പലപ്പോഴും അവര് ദശമസ്കന്ധത്തിലെ ലീലകൾ മാത്രമാണ് അവർ ചർച്ച ചെയ്യുന്നത്. പക്ഷെ എന്താണ് കൃഷ്ണൻ എന്നും ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യത്വം പുരുഷനാണെന്നുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാതെ അവര് ഈ ഒരു രാസലീല എന്ന ഭാഗം മാത്രമാണ് അവര് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ ആ സുപ്രീമസി അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യത്വ പുരുഷൻ എന്ന കാര്യത്തിനെ മറച്ചു വെച്ചുകൊണ്ട് അവർ ജസ്റ്റ് അതൊരു നേരം പോക്കിന് മാത്രമായിട്ടാണ് അവര് ഈ ദശമസ്കന്ധത്തിലെ ലീലകളും പല രീതിയിലും അവര് വളരെ ചീപ്പായിട്ടാണ് അവർ പലപ്പോഴും ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് ചിന്തിക്കും, ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയാണ്, നമ്മൾ ആസ്വദിക്കുന്ന പോലെ തന്നെയാണ് ഭഗവാൻ കൃഷ്ണനും ആസ്വദിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിച്ച് അവർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഈ ആത്മീയതരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുരു പ്രാമാണികമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് ഇത് കേട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമുക്ക് ശീല പ്രഭുപാദ് വളരെ കോഷ്യസ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് ഉള്ള തത്വം നമ്മൾ പ്രഭുപാദ് പറഞ്ഞു തരുന്ന അതിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാം. നമ്മൾ അടുത്ത പാരഗ്രാഫിലോട്ട് കൂടി കിടക്കാം. അത്തരം തെറ്റുകൾ ഒഴിവാക്കാൻ എന്താണ് വാസ്തവത്തിൽ രാധാകൃഷ്ണൻ എന്ന് നാം മനസ്സിലാക്കണം. രാധയും കൃഷ്ണനും അവരുടെ ലീലകൾ പ്രദർശിപ്പിക്കുന്നത് അവിടുത്തെ ആന്തരിക ശക്തിയിലൂടെയാണ്. കൃഷ്ണന്റെ ആന്തരിക ശക്തിയിലെ രാധിനി ശക്തി അങ്ങേയറ്റം ദുർഗ്രാഹ്യമായ വിഷയമാണ്. കൃഷ്ണൻ എന്താണെന്ന് അറിയാത്തിടത്തോളം
അത് ഗ്രഹിക്കാനാവില്ല. കൃഷ്ണൻ ഈ ഭൗതിക ലോകത്തിലെ ആനന്ദം സ്വീകരിക്കുന്നില്ല. എങ്കിലും അവിടുത്തെ ഒരു ഹാദിനി ശക്തിയുണ്ട്. നാം അവിടുത്തെ വിഭിന്നാംശങ്ങൾ ആകയാൽ ഹാദിനി ശക്തി നമ്മളിലുണ്ട്. പക്ഷേ നാം ഹാദിനി ശക്തിയെ ഭൗതിക പദാർത്ഥത്തിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൃഷ്ണൻ അത്തരം വ്യർത്ഥമായ ഒരു ഉദ്യമം നടത്തുന്നില്ല. കൃഷ്ണന്റെ ആഹ്ലാദ ശക്തിയുടെ വിഷയം രാധാറാണിയാണ്. കൃഷ്ണൻ തന്റെ ശക്തിയെ രാധയായി പ്രകടമാക്കുകയും പിന്നീട് അവളുമായി പ്രേമകാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. മറ്റു വാക്കുകളിൽ കൃഷ്ണൻ ഈ ബഹിരംഗ ശക്തിയിൽ ആനന്ദിക്കുന്നില്ല. അവിടുത്തെ അന്തരംഗ ഹാദിനി ശക്തിയെ രാധാറാണിയെ പ്രദർശിപ്പിക്കുകയും അനന്തരം അവരോടൊപ്പം ആസ്വദിക്കുകയും ചെയ്യുന്നു. അപ്രകാരം കൃഷ്ണൻ തന്റെ അന്തരംഗ ഹാദിനി ശക്തി ആസ്വദിക്കുന്നതിന് സ്വയം രാധാറാണിയായി പ്രത്യക്ഷമാകുന്നു. ഭഗവാന്റെ നിരവധി വിസ്തരണങ്ങളിലും ആവിഷ്കാരങ്ങളിലും അവതാരങ്ങളിലും വെച്ച് ഈ ആനന്ദശക്തിയാണ് അഗ്രണ്യമായത്. ഇപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു ഭഗവാന്റെ ആന്തരിക ശക്തി, അല്ലെ ആന്തരിക ഹാദിനി ശക്തിയാണ് ശ്രീമതി രാധാറാണി. അപ്പൊ നമുക്കറിയാം ഭഗവാൻ ഈ ഭൗതിക ശക്തി, അല്ലെ ഭൗതിക ലോകമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഭഗവാൻ ഒരിക്കലും ഭൗതിക ലോകത്തിൽ വന്ന് ആ ഭൗതിക ലോകത്തിലെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാവുന്നില്ല, അല്ലെ. അപ്പം ഇപ്പൊ നമ്മളിപ്പോ ചിന്തിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ചിന്തിക്കുന്ന എന്താണ്, അപ്പം ഈ ഒരു രാധാകൃഷ്ണൻ തമ്മിലുള്ള ആ പ്രേമം എന്ന് പറയുന്നത് നമ്മൾ ഭൗതിക ലോകത്തിൽ നടക്കുന്ന സാധാരണ രീതിയിലെ കാമമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അതല്ല ശരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൗതിക ലോകത്തിൽ വന്ന് ഭൗതിക ലോകം ഉണ്ടാക്കിയ ഭഗവാൻ കൃഷ്ണൻ തന്നെ ഇവിടെ വന്ന് ആ പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യുന്നില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൗതിക ലോകം ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, അല്ലെ. അപ്പൊ അത് എന്തിനാണ് ഉണ്ടാക്കിയത്? നമ്മളെ പോലത്തെ ജീവാത്മാക്കള് ഭഗവാനിൽ നിന്ന് മാറി നിന്ന് സന്തോഷം അനുഭവിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഭൗതിക ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന ആധ്യാത്മിക ലോകത്തിന്റെ ഒരു ജസ്റ്റ് ഒരു ഷാഡോ ആണ്, അല്ലെ, നിഴൽ പോലെയാണ്. അപ്പൊ ശരിയായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആധ്യാത്മിക ലോകത്തിലാണ് കാണാൻ സാധിക്കുക. അപ്പൊ ഭൗതിക ലോകത്തിൽ കാണുന്നത് എന്താണ്? നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ പ്രേമമാണെങ്കിൽ ഭൗതിക ലോകത്തിൽ കാണുന്നത് കാമം മാത്രമാണ്, യഥാർത്ഥമായിട്ടുള്ള പ്രേമമല്ല. കാരണം ഇവിടെ കാണുന്ന പ്രേമം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെ. നമ്മൾ ഒരു നമ്മളിവിടെ കാണുന്ന ഈ കാര്യങ്ങൾ, നമ്മളൊരു ഭാര്യ ഭർത്താവ് ബന്ധമാണെങ്കിൽ കൂടി നമ്മൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു അമ്മ ഒരു മകനെ വളർത്തുകയാണെങ്കിലും അവർ എന്തെങ്കിലും രീതിയിലുള്ള എക്സ്പെക്ടേഷൻ. അപ്പൊ പൂർണ്ണമായിട്ടുള്ള സ്നേഹം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. കാരണം നമ്മൾ എല്ലാത്തിലും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആധ്യാത്മിക ലോകത്തിലുള്ള ആ ഒരു പ്രേമം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരിക്കലും നമ്മളൊന്ന് പ്രതീക്ഷിക്കാതെയുള്ള സേവനമാണ് ആ പ്രേമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ ഇന്ദ്രിയ തൃപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ കാമത്തിനെ നമുക്ക് ഒരിക്കലും ആധ്യാത്മിക ലോകത്തിലെ പ്രേമമായിട്ട് ഈക്വലി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഈ സാധാരണമായിട്ടുള്ള ഒരു ആ കാമമല്ല ഭഗവാൻ ആധ്യാത്മിക ലോകത്തിൽ അവിടെ ആസ്വദിക്കുന്ന ആ പ്രേമം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിളായിട്ട് ശീല പ്രഭു പറയുന്ന പോലെ തന്നെ ഞാനിപ്പോ ഒരു നീല കളറുള്ള ഒരു കണ്ണാടി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാം നീലയായിട്ട് കാണുന്നു. ഞാൻ ഒരു പച്ച കളറിലെ കണ്ണാടി ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാം പച്ചയായിട്ടേ കാണുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ കാമമാവുന്ന കണ്ണുകളിലൂടെ എല്ലാം ഈ കാര്യങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് കാമമായിട്ട് ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. കാരണം എന്റെ ഇന്ദ്രിയങ്ങൾ ഇപ്പം പ്യൂരിഫൈഡ് അല്ല, അല്ലെ. എനിക്ക് കാമം ക്രോധം ഇത്യാദി ഉള്ളത് കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ ഒരിക്കലും എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പൊ നമുക്കത് ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കേൾക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. കാണുക എന്ന് പറയുമ്പോൾ എന്താണ്, പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യങ്ങൾ ശരിയാണെന്നില്ല. കാരണം എനിക്ക് കാണാൻ എന്റെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. പക്ഷെ എന്നാലും നമുക്ക് പ്രാമാണികമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് കേൾക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു ഇതുകൂടി ഞാൻ പറയാം. ശീല പ്രഭുപാദ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശീല പ്രഭുപാദ് വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം ഒരു ലൈഫ് മെമ്പറിന്റെ ഹൗസിൽ അദ്ദേഹം പോയ സമയത്ത് ഒരു വലിയൊരു ധനാഢ്യനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും വൈഫും വന്നിരുന്ന് പ്രഭുപാദിന്റെ അടുത്ത് ചോദിച്ചു, അല്ലയോ ശീല പ്രഭുപാദ്, ഞങ്ങൾക്ക് ഈ രാസലീലയെ പറ്റി പറഞ്ഞു തരുമോ എന്നുള്ള കാര്യം ശീല പ്രഭുപാദ് നേരിട്ട് അവർ ചോദിച്ചു. പ്രഭുപാദ് പറഞ്ഞു, ഇല്ല, അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഞാൻ യോഗ്യൻ. പറഞ്ഞു, എനിക്കിപ്പോ ചർച്ച ചെയ്യാൻ പറ്റില്ല, അത് വളരെ ഉയർന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും അവർ പറഞ്ഞു, വേറൊന്നും കുഴപ്പമില്ല, നമ്മൾ മാത്രമായിട്ട് ഞാനും എന്റെ ഭാര്യയും ശീല പ്രഭുപാദും അവർ മൂന്നുപേരുള്ള സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയം നമുക്ക് കണ്ടെത്തി പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ വീണ്ടും വീണ്ടും ഇതേ കാര്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ശീല പ്രഭുപാദ് വീണ്ടും വീണ്ടും ചോദിച്ച സമയത്ത് ശീല പ്രഭുപാദ് വളരെ ഒരു ഗ്രേവ് ആയിട്ടൊരു ആൻസർ ആണ് കൊടുത്തത്. വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ആൻസർ ആണ് ശീല പ്രഭുപാദ് അവിടെ കൊടുത്തത്. പ്രഭുപാദ് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ അത് കേൾക്കാൻ യോഗ്യനായിരിക്കാം, നിങ്ങൾ വേണമെങ്കിൽ ഇത്രയും വലിയ
ഉയർന്ന ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി കേൾക്കാൻ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടാവായിരിക്കാം. പക്ഷെ എനിക്കത് പറയാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് ശീല പ്രഭുപാദ് അവിടെ പറഞ്ഞത്. അപ്പം നമുക്ക് അറിയാൻ സാധിക്കും ഭഗവാൻ കൃഷ്ണന്റെ അത്രയും പരിശുദ്ധനായ ഭക്തനാണ് ശീല പ്രഭുപാദ്. അപ്പൊ ശീല പ്രഭുപാദൻ അവിടെ പറയുന്നു, ഈ രാസലീലയെ പറ്റി ചർച്ച ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം പ്രഭുപാദ് ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്താൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് തന്നെയാണ് ശീല പ്രഭുപാദ് പലപ്പോഴും പല പല ക്ലാസ്സുകളിലായാലും അദ്ദേഹം ഒരിക്കലും ഈ ഒരു ആധ്യാത്മിക തലത്തിലുള്ള ഉന്നതമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അധികം ചർച്ച ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ ഈ ഒരു അവതാരിക വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, പ്രഭുപാദ് അതിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിരിക്കുന്നേ ഉള്ളൂ. കാരണം എന്താണ് ഇവിടെ പറയുന്നത്, നമ്മൾ ഒരിക്കലും ഭൗതികപരമായിട്ടുള്ള കാര്യമായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല കാര്യം പറയുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ കൃഷ്ണനും രാധയും നമ്മൾ സാധാരണ ഒരു വ്യക്തികളായിട്ട് കാണാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ഇവിടെ ശീല പ്രഭുപാദ് അവിടെ പറയുന്നത്. അപ്പൊ അത് വളരെ വ്യക്തമാണ് ഈ ഒരു കാര്യം. അപ്പൊ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ഇതിനെ മനസ്സിലാക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഈ ഒരു രീതിയിൽ നമുക്ക് പലപ്പോഴും പല രീതിയിലും പല സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലൊക്കെ രാധാകൃഷ്ണനെ പറ്റി അവർ തെറ്റായിട്ട് അവർ ചിത്രീകരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ശാസ്ത്രപരമായിട്ടും നമ്മൾ ഈ ആധ്യാത്മികപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ പറ്റിയും ശാസ്ത്രങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാമാണികമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ കേട്ടാലേ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ ഗൂഗിളിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ പല പല കാര്യങ്ങൾ ആൾക്കാർ പറയായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് പറയുന്ന വക്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ശരിക്കും ഒരു ഭഗവാൻ കൃഷ്ണന്റെ പരമ്പരയിൽ വരുന്ന വ്യക്തിയാണോ ഉള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, അവർ പറയുന്ന ആധ്യാത്മികപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അതെന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ അത് തെറ്റായ രീതിയിലുള്ള ചിന്തകൾ മാറ്റും അല്ലെ. അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ശാസ്ത്രങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം പാൽ എന്ന് പറയുന്നത് വളരെ ഒരു നല്ല സത്തുള്ള ഒരു ഭക്ഷണമാണെങ്കിൽ കൂടി ഒരു സർപ്പം രുചിച്ച പാലാണെങ്കിൽ ഒരു വ്യക്തി അത് കുടിക്കില്ല അല്ലെ. സർപ്പം രുചിച്ച പാലാണെങ്കിൽ അത് വിഷമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ശാസ്ത്രങ്ങൾ പറയുന്നത് നമുക്ക് എന്താണ് ഇതുപോലെ തന്നെ ഹരികഥ എന്ന് പറഞ്ഞാൽ അമൃതം പോലെ തന്നെയാണ്. പക്ഷെ അത് ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ട് ഇന്റർപ്രിട്ടേഷൻ എന്റേതായ രീതിയിലുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹരികഥ എന്ന് പറയുന്നത് വിഷമായിട്ട് മാറുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു ഒരു പ്രാമാണികമായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ കേൾക്കുക. കാരണം അങ്ങനെ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് നമ്മൾ കേട്ടാലേ നമുക്ക് യഥാർത്ഥമായിട്ടും ഈ ഒരു നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഉന്നത തലത്തിലുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ അംശമാണെന്നും ഇപ്പൊ എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനെ സേവനം ചെയ്യുക, ആ ദാസ്യഭാവത്തിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ സേവനം ചെയ്ത് വരുമ്പോൾ ഒരു വ്യക്തിക്ക് തിരിച്ച് ആധ്യാത്മിക ലോകത്തിൽ പോകുമ്പോഴാണ് യഥാർത്ഥമായിട്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുക. മനസ്സിലാക്കാം. നമ്മൾ ഒരു പാരാഗ്രാഫ് കൂടി വായിച്ച് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം ഇന്നത്തെ ഒരു ക്ലാസ്. രാധാകൃഷ്ണനിൽ നിന്ന് രാധാകൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തയല്ല, രാധാറാണിയും കൃഷ്ണൻ തന്നെയാണ്. എന്തെന്നാൽ ശക്തിയുടെ ഉദ്ഭവസ്ഥാനവും ശക്തിമാനും തമ്മിൽ വ്യത്യാസമില്ല. ശക്തിയില്ലെങ്കിൽ ശക്തിമാൻ എന്നതിന് അർത്ഥമില്ല. ശക്തിയുടെ ഉറവിടമില്ലാതെ ശക്തിയുമില്ല. അതുപോലെ രാധയില്ലാതെ കൃഷ്ണൻ എന്നതിന് അർത്ഥമില്ല. കൃഷ്ണനില്ലാതെ രാധ എന്നതിന് അർത്ഥമില്ല. അതിനാൽ വൈഷ്ണവ തത്വശാസ്ത്രം അനുസരിച്ച് ആദ്യം ഭഗവാന്റെ ആത്മീയ ആനന്ദ ശക്തിയെയാണ് നാം പ്രണമിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഇപ്രകാരം ഭഗവാനും അവിടുത്തെ ശക്തിയും ചേർന്ന് രാധാകൃഷ്ണൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ നാരായണനെ ആരാധിക്കുന്നവർ ലക്ഷ്മി നാരായണൻ എന്ന രീതിയിലും ആദ്യം ലക്ഷ്മിയുടെ നാമമാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ ഭഗവാൻ രാമനെ ആരാധിക്കുന്നവർ ആദ്യം സീതയുടെ നാമം ഉച്ചരിക്കുന്നു. ഇവിടെയെല്ലാം സീതാരാമൻ, രാധാകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ, ശക്തിയാണ് ആദ്യം വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാധാറാണി കൃഷ്ണനിൽ നിന്ന് വ്യത്യാസമില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ രാധാറാണിയും കൃഷ്ണനും ആക്ച്വലി ഒന്ന് തന്നെയാണ്. അപ്പം എപ്പോഴാണോ ഭഗവാൻ കൃഷ്ണനെ എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ആഹ്ലാദിക്കണം എന്നുള്ള ഇത് വരുമ്പോഴാണ് രാധാറാണി എന്ന ശക്തി അവിടെ പ്രകടമാകുന്നത്. അപ്പൊ എപ്പോ കൃഷ്ണനുണ്ട് അപ്പം മുതലേ രാധാറാണി നമുക്കുണ്ട്. അപ്പൊ അത് ശക്തിയും ശക്തിമാൻ എന്ന രീതിയിലാണ് നമ്മൾ ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശക്തിയും ശക്തിമാനും തമ്മിലുള്ള ഒരു രീതിയിൽ നോക്കണ വ്യത്യാസമില്ല. എന്താണ് ശക്തിയുടെ ഉറവിട സ്ഥാനമാണ്, ശക്തിമാനിൽ നിന്നാണ് ശക്തികൾ വരുന്നത് അല്ലെ. ഇപ്പൊ സൂര്യനും സൂര്യകിരണങ്ങൾ എന്ന് പറയുന്ന സമയത്ത് സൂര്യൻ ഉണ്ടെങ്കിൽ സൂര്യകിരണങ്ങൾക്കുള്ള എക്സിസ്റ്റൻസ് ഉള്ളൂ. സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ സൂര്യകിരണങ്ങളില്ല. അതുപോലെ തന്നെ ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശക്തിമാൻ ഉണ്ടാവണം. അപ്പൊ ശക്തിയിലൂടെയാണ് നമുക്ക് ശക്തിമാനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക അല്ലെ. സൂര്യകിരണങ്ങളിലൂടെയാണ് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ
ആ ശക്തിയെയാണ് അല്ലെ, നമ്മൾ ആ ശക്തിയിലൂടെയാണ് ശക്തിമാനെ നമ്മൾ പ്രാപിക്കുന്നത്. ഇപ്പൊ രാധാറാണിയിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാൻ കൃഷ്ണനെ നമുക്ക് ആക്ച്വലി അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക. അപ്പൊ രാധാറാണിയുടെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഭഗവാൻ കൃഷ്ണനെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മൾ ആദ്യം രാധാറാണിയെ, ആ ശക്തിയെ നമ്മൾ പ്രണമിച്ചുകൊണ്ടാണ് ശക്തിമാനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ശ്രീല പ്രഭുപാദും അദ്ദേഹത്തിന്റെ രാധാഷ്ടമിയുടെ ലെക്ചറിൽ പറയാറുണ്ട്, എപ്പോഴും പറയും. അപ്പം രാധാറാണി എന്ന് പറയുന്നത് ഭഗവാന്റെ ആന്തരിക ശക്തിയാണ്. അപ്പം ഒരു രാധാറാണി ഒരു ജീവാത്മാവിനെ റെക്കമെൻഡ് ചെയ്യാണ്. രാധാറാണി പറയാണ്, ഈ ഒരു ജീവാത്മാവ് അങ്ങേക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ലയോ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഭഗവാൻ കൃഷ്ണൻ ആ ജീവാത്മാവിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കൃഷ്ണൻ വേറൊന്നും നോക്കുന്നില്ല, രാധാറാണി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ജീവാത്മാവിനെ ഭഗവാൻ കൃഷ്ണൻ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആ ശക്തിയിലൂടെ ആണ് നമുക്ക് ശക്തിമാനെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ നമുക്ക് ആ ശക്തിയുടെ കാരുണ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ തിരുനാമം ജപിക്കുമ്പോൾ എന്താണ് പറയുന്നത്, ആദ്യം ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ, ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ എന്താണ്, ഹരേ എന്ന് പറയുന്ന ആന്തരിക ശക്തിയായ രാധാറാണിയാണ് ഹരേ. ഹര എന്ന് പറയുന്നത് ഭഗവാന്റെ ആന്തരിക ശക്തിയായ രാധാറാണിയാണ്, ഇന്റേണൽ പൊട്ടൻസിയാണ്. അപ്പൊ ആ രാധാറാണിയുടെ നാമം ജപിച്ചുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ. നമ്മളെപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ പറയുമ്പോൾ രാധാകൃഷ്ണ അല്ലെ, നമ്മളിപ്പോ പറയുമ്പോൾ രാധാകൃഷ്ണ അല്ലെങ്കിൽ രാധാ ഗോപിനാഥ് അല്ലെ. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ, ഇസ്കോൺ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ അമ്പലത്തിന്റെ പേരെന്തെങ്ങനെയാണ്, രാധാ ഗോപിനാഥ് അല്ലെങ്കിൽ രാധാ നീൽ മാധവ് അല്ലെ, അല്ലെങ്കിൽ രാധാ ശ്യാം സുന്ദർ. അപ്പൊ അവിടെ രാധാറാണിയുടെ പേരാണ് ആദ്യം ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ കൃഷ്ണന്റെ പേര് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആദ്യം ശക്തിയിലൂടെ മാത്രമേ നമുക്ക് ശക്തിമാനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ലക്ഷ്മി നാരായണ അല്ലെങ്കിൽ സീതാരാമ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ശക്തിയിലൂടെ മാത്രമാണ് നമുക്ക് ശക്തിമാനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള യാതൊരു യോഗ്യത നമുക്കില്ല. രാധാറാണികളെ തലമോ അല്ലെങ്കിൽ കൃഷ്ണൻ തലമോ. പക്ഷെ നമുക്ക് പ്രാമാണികമായിട്ടുള്ള ശീല പ്രഭുപാദും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും നമ്മൾ കേൾക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പ്രാമാണികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാം. ദശമസ്കന്ധത്തിലും ഈ ഒരു രാസലീലയെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഉടനെ പോയി ഇപ്പൊ തന്നെ പോയി ദശമസ്കന്ധം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ആദ്യത്തെ പ്രഥമ സ്കന്ധം, ദ്വിതീയ സ്കന്ധം, തൃതീയ സ്കന്ധം വായിച്ച് പോകുമ്പോഴാണ് ആ ഒരു അതിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുക. അപ്പൊ ആ രീതിയിൽ വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്താൻ, ഞാൻ വീണ്ടും വീണ്ടും ഇത് സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും രാധാറാണിയുടെ തത്വത്തിനെ പറ്റിയൊന്നും മനസ്സിലാക്കാതെ പല ആൾക്കാരും പല രീതിയിലാണ് ഇതിനെപ്പറ്റിയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ പോസ്റ്റുകൾ വായിച്ച് കൺഫ്യൂസ്ഡ് ആവരുത്. നമുക്ക് വളരെ വ്യക്തമായിട്ടും നമുക്കിവിടെ ശ്രീല പ്രഭുപാദ് ആധികാരികമായിട്ടും നമുക്ക് ഈ ഗൗഡിയ വൈഷ്ണവ പരമ്പരയിലൂടെ നമുക്ക് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ പരമ്പരയിലൂടെ കൈമാറി വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന് നമുക്ക് ശ്രീല പ്രഭുപാദ ഗ്രന്ഥങ്ങളുടെ ബേസിസിലും ശ്രീല പ്രഭുപാദ അനുവർത്തിക്കുന്ന ഭക്തന്മാരിൽ നിന്നും നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടും ഈ തത്വത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ ഇതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയാനുള്ളത്. അപ്പൊ നമുക്ക് വളരെ ഒരു ഉയർന്ന ടോപ്പിക്കാണ്. ഇതൊരിക്കലും സംസാരിക്കാനുള്ള യോഗ്യത എനിക്കുമില്ല. പക്ഷെ എന്നാലും എന്റെ ഒരു കർത്തവ്യം എന്ന രീതിയിൽ എന്റെ ഒരു ശുദ്ധീകരണത്തിനും എല്ലാവരുടെയും ശുദ്ധീകരണത്തിനും വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. അപ്പം ഒരിക്കലും ഈ ഒരു കാര്യങ്ങളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാനുള്ള യോഗ്യത ഇല്ലെങ്കിലും ഷീല പ്രഭുപാദിന്റെ ഇൻസ്ട്രക്ഷൻ ആണ് അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി അതിനെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മള് ഹിസ് ഗ്രേസ് കഥാമത പ്രഭു പറഞ്ഞനുസരിച്ച് ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് എനിക്ക് വന്നിരിക്കുന്നത്. കാരണം എനിക്ക് ഇതിനെ പറ്റിയൊന്നും ഗ്രാഹ്യമായിട്ടുള്ള ഒരു അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇത് വായിച്ചു വരുന്ന കൂട്ടത്തിൽ ഇന്നത്തെ ഒരു എന്റെ ഒരു ടേണിൽ ഈ ഒരു പേജാണ് വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ബാക്കിയുള്ള ഭക്തന്മാരെ നമുക്ക് കേൾക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു ബ്രോ. വളരെ ഹരേ കൃഷ്ണ. വളരെ നന്ദി. താങ്ക് യു പ്രഭു. ഹരേ താങ്ക് യു കൃഷ്ണ. ബ്രോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഇന്നത്തെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിച്ചാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. താങ്ക് യു ഹരേ പ്രഭുജി. കൃഷ്ണ. ഹരേ കൃഷ്ണ ബാജി. താങ്ക് യു. താങ്ക് യു പ്രഭുജി, നല്ല ക്ലാസ്. താങ്ക് യു ബാജി. എല്ലാം ശ്രീല പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് ബാജി. പ്രഭുപാദിന്റെ ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും പ്രഭുപാദ് പറഞ്ഞതും ഭക്തന്മാരിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് ഞാൻ കുറച്ചൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയത്. എനിക്ക് എല്ലാം പറയാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രീല പ്രഭുപാദിന്റെ ബുക്കുകൾ വായിക്കുക. അത് തന്നെയാണ് നമ്മുടെ ആത്മീയ ലോകത്തിലുള്ള ഒരു കഥക പോലെയാണ് ആക്ച്വലി. അതിലൂടെയാണ് നമുക്ക് ആത്മീയ ലോകത്തിനെ കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാധവ്.
ഓക്കെ. അപ്പോൾ വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പം വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ നന്ദി. അപ്പം ശീല പ്രഭുപാദ് കി ജയ്, ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. താങ്ക് യു. താങ്ക് യു. ദണ്ഡവത് പ്രണാം. താങ്ക് യു. ദണ്ഡവത് പ്രണാം. നന്ദി പ്രണാമം. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.